പുത്തോലി പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. പിന്നെ അതിന് മുമ്പ് ഇവരുടെ മാതാവ് അവിടുത്തെ മെമ്പറായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇവർക്ക് ആ സാധ്യത തെളിഞ്ഞത്. പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവർ ഹൈക്കോടതി വക്കീലാണ്. ഹസ്ബൻഡിന് നല്ല ജോലി, കാരിത്താസിൽ മെക്കാനിക്കൽ മാനേജറാണ്. 2 കുഞ്ഞുങ്ങൾ. എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് ഉള്ളൊരു അവ്യക്തത നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം നമുക്ക് പൊതുവേ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സാമ്പത്തികപരമായിട്ട് സമ്പന്ന കുടുംബം, കുട്ടികളുണ്ട്, ജോലിയുണ്ട്, ജീവിക്കാൻ എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. പിന്നെ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥ. എന്താണ് ഈ അഭിഭാഷകയും മക്കളും ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നറിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? അതെ, അവരൊരുപാട് പേരെ ഉപദേശിക്കുന്ന ആളാണ്. ഒരുപാട് കേസുമായിട്ട് വരുന്നവർക്കെല്ലാം നല്ല മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് ഇവർ. ഒരു അഭിഭാഷക എന്ന നിലയിൽ ഒരു പ്രതികളായിട്ട് വരുന്നവരെയൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഇതുപോലെ ഇത്ര നല്ല വിദ്യാഭ്യാസവും സാമ്പത്തികമായിട്ടൊക്കെ ഉള്ളതാണ്. പിന്നെ നമുക്കൊരു ഞെട്ടല. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഈ സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ഒരു കാര്യങ്ങളും നാട്ടിൽ ആർക്കും അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു ചർച്ചയേ ഇല്ല. പിന്നെ ഞാനിവിടുന്ന് കുറേ അകലെയാണ് താമസിക്കുന്നത്. എന്നാൽ പോലും നമ്മൾ സംസാരിച്ചവരൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നതെന്നറിയോ? പുള്ളി കാരിത്താസ് ഹോസ്പിറ്റലിൽ മെക്കാനിക്കൽ മാനേജറാണ്. ഇത് ഏത് സമയത്താണ് നടന്നത്? അവരുടെ മക്കള് എങ്ങനെയൊക്കെയാണ്? അവരെക്കുറിച്ചൊക്കെ അതിനെക്കുറിച്ച് അറിയത്തില്ല. ഞാൻ പാമ്പാടിയിൽ ചാണ്ടിയമ്പൻ്റെ ഉപവാസ സമരത്തിൽ ഇരിക്കുമ്പോഴാണ് ഇത് അറിയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഉപവാസം അവസാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ ഈ പെണ്ണിൻ്റെ അമ്മയുടെ ആങ്ങള അയർക്കുന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു, ATS ബിനോയ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധത്തിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത്. ഞാനൊക്കെ വന്നത് ബിനോയ് ചേട്ടനുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഈ നാടിൻ്റെ പേരെന്തായിരുന്നു? നീർക്കാട് പള്ളി. അത് കോട്ടയം രൂപതയുടെ പള്ളിയാണ്. നാട് മൊത്തം ഞെട്ടലോടെയാണ്. പിന്നെ ഇത് ഭയങ്കര ഞെട്ടലല്ലേ കുഞ്ഞുങ്ങളുടെ വലിയ, നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. ഈ കുഞ്ഞുങ്ങളുടെ ഈ അവിടെ തിരഞ്ഞ് എടുത്തപ്പോൾ ജീവനുണ്ടായിരുന്നൊക്കെ ചില പോയപ്പം ഇതുണ്ടായിരുന്നാണ് പറഞ്ഞത്, ചെറിയൊരു അനക്കങ്ങളുണ്ടായിരുന്നാണ് പറഞ്ഞത്. ഇപ്പം എന്താണ് അവസ്ഥ? ഇപ്പം ബോഡി കാരിത്താസ് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മരിച്ചു, 3 പേരും മരിച്ചു. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി, പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റി. അവിടം വരെ അറിയാം. ഈ കാരിത്താസിൽ തന്നെ അദ്ദേഹം വർക്ക് ചെയ്യുന്നത്? അതെ. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണോ? അതെ. ഇദ്ദേഹം കണ്ടു ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു മരണപ്പെട്ടവരെ കൊണ്ടുവന്ന് അറിഞ്ഞ് നോക്കുമ്പോൾ ഇവരാ ഭാര്യയും മക്കളുമാണ്. ആ സാഹചര്യം ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റും. ഓക്കെ.